ഹലോ ഫ്രണ്ട്സ്, ടെക്സറ്റ് ഇറുമ്പയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഹോം തിയേറ്റർ റിപ്പയർ ചെയ്യുമ്പോഴുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ്. ഇതിൻ്റെ കസ്റ്റമർ പറഞ്ഞത് ഇതിൽ നിന്നും പുക വന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാനിത് പവർ കൊടുത്ത് നോക്കിയില്ല. ഞാനത് അഴിച്ചു നോക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ എല്ലാ കണക്ഷനുകളെക്കുറിച്ചും എല്ലാ വയറിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ഞാനിതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്കിതിൻ്റെ സ്ക്രൂകൾ ഓരോന്നും ഊരിയെടുത്തതിന് ശേഷം ഈ കവർ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്കതിൽ കാണാൻ കഴിയും, ഇതിൻ്റെ ബോർഡ് എന്ന് പറയുന്നത് ഈ കവറിൽ തന്നെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. നമുക്കിതിലുള്ള ഓരോ ക്ലിപ്പ്, എല്ലാ വയറുകളും ക്ലിപ്പ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. എല്ലാ ക്ലിപ്പും പിടിപ്പിച്ച് നമുക്ക് ആദ്യം ഈ ബോർഡ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പുറത്തേക്ക് എടുക്കാം. നിങ്ങൾക്ക് ഈ ബോർഡിൽ കാണാൻ കഴിയുന്നുണ്ടാവും ഈ IC. ഇത് 2030 എന്ന് പറയുന്ന IC ആണ്. ഇത് കരിഞ്ഞിരിക്കുകയാണ്, കരിഞ്ഞു പോയിരിക്കുകയാണ്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇത് ഓവർലോഡ് തന്നെയാണ്. കാരണം ആകെ ഇതിൽ 3 IC മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് സബിനും ബാക്കി 5 ചാനലിനും ഈ 3 IC കൊണ്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അത് ഓവർലോഡ് വന്നതുകൊണ്ടാണ് അത് കത്തിപ്പോയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു പ്രാഥമിക നിഗമനം. ഞാനിതിൽ ഈ 3 ICയും മാറ്റി കൊടുക്കുകയാണ്. അതിനായിട്ട് ആദ്യം ഈ IC നമ്മുടെ ഹീറ്റ് സിങ്കിലേക്ക് ഉറപ്പിച്ചിരിക്കുന്ന സ്ക്രൂകൾ അഴിച്ചെടുത്തതിന് ശേഷം ഡീസോൾഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. PCBയിൽ നിന്നും കമ്പോണൻറ്റുകൾ വേർപെടുത്തുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം എന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്തതിന് ശേഷം സോൾഡറിങ് അയൺ കൊണ്ട് ലെഡ് ഉരുക്കി ഡീസോൾഡർ വയറിലേക്ക് ഒപ്പിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ സ്ഥിരമായിട്ട് ഈ രീതിയാണ് ഉപയോഗിക്കുന്നത്. മറ്റുള്ള രീതികളും ഉണ്ട്. നിങ്ങൾ ഹോം തിയേറ്റർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഹോം തിയേറ്റർ വാങ്ങിക്കാതിരിക്കുക. ബ്രാൻഡഡ് ആയിട്ടുള്ളത് തന്നെ വാങ്ങുക. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ആകെ ഒരു 3 IC ഉള്ളൂ. അതിൽ ഒരു IC സബിനായിട്ട് ഉപയോഗിക്കുന്നു. ബാക്കിയുള്ള 2 2030 IC വെച്ചാണ് ഫ്രണ്ട് 2 ചാനലും സറൗണ്ട് 2 ചാനലും സെൻട്രൽ ചാനലിലും ആയിട്ട് ഇവർ ഇതിൽ ലൈൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ സറൗണ്ടിങ്ങിൻ്റെ ഫിൽറ്ററിങ്ങോ സെൻട്രൽ ഫിൽറ്ററിങ്ങോ ഒന്നുമില്ല. ആകെ ഫ്രണ്ട് 2 ചാനലും സബും മാത്രമാണ് ഇതിൽ ഫിൽറ്റർ സർക്യൂട്ട് ഉള്ളത്. ബാക്കി ഇതേ ഫ്രണ്ട് ചാനലിൽ നിന്ന് തന്നെയാണ് സറൗണ്ട് ചാനലും ഇവർ ലൂപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓവർലോഡ് വന്നിട്ടാണ് ഈ സിസ്റ്റം പോയിട്ടുള്ളത്. നിങ്ങൾ വാങ്ങുന്നുവെങ്കിൽ നല്ല ഹോം തിയേറ്റർ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. 3 IC ചിപ്പുകൾ നമ്മൾ ഈ ബോർഡിൽ നിന്നും വേർപെടുത്തി എടുത്തു കഴിഞ്ഞു. നമുക്ക് പുതിയ IC വെച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഹോളുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിനായിട്ട് ഞാനൊരു അല്പം കൂടി ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് അയൺ കൊണ്ട് ഒന്നുകൂടി ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലെഡിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങ് പോരും. നല്ല ഹോളെല്ലാം നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഞാൻ ഈ ബോർഡൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാനതിന് പെട്രോൾ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. അതുപോലെ ഒരു ബ്രഷ് എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഈ ബോർഡിൽ നിന്നും വേർപെടുത്തിയെടുത്ത ഈ 3 ICകളും ഇവിടെ കാണാൻ കഴിയും. ഈ കത്തിപ്പോയിട്ടുള്ള ICകളും ഉണ്ട് അതിൽ. ഇത് TDA 2030 എന്ന് പറയുന്ന IC ആണിത്. ഞാൻ അതിന് പകരം വെക്കുന്നതിനായിട്ട് അത് തന്നെ TDA 2030ൻ്റെ പുതിയ 3 ICകളാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് TDA 2030 എന്ന് പറയുന്ന IC. ഇതൊരു 15 വാട്ട്സ് ആണ് മാക്സിമം ഔട്ട്പുട്ട് ലഭിക്കുന്നത്. ഇത് നമുക്കിതിന് എങ്ങനെയാണ് തിരിച്ചു പിടിപ്പിക്കുക എന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ICയുടെ 5 കാലാണ് ഈ ICക്കുള്ളത്. ഈ 5 കാലം നമ്മളൊന്ന് വാട്ടർ പേപ്പർ ഇട്ടൊന്ന് ഉരച്ചെടുക്കുകയാണ്. കാരണം അത് സോൾഡറിങ് എളുപ്പം പിടിക്കുന്നതിനും അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഡ്രൈ സോൾഡർ ആകാനൊക്കെ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ഈ IC അതിൻ്റെ ഹോളിലേക്ക് ശ്രദ്ധിച്ചിറക്കി വെക്കുക. കാലുകളൊന്നും ഒടിയാതെയും തമ്മിൽ കൂട്ടിമുട്ടാതെയൊക്കെ ശ്രദ്ധിച്ച് ഹോളിലേക്ക് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചതിന് ശേഷം ആ ഹീറ്റ് സിങ്കിലേക്ക് ഒരു സ്ക്രൂ ഇട്ട് ചെറുതായിട്ടൊന്ന് മുറുകുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പൊസിഷൻ വ്യത്യാസം വരികയാണെങ്കിൽ നമുക്ക് ആ സ്ക്രൂ മുറുക്കാൻ പറ്റാതായി പോകും. അതുകൊണ്ടാണ് ഓരോ ICയും വെച്ച് ഹീറ്റ് സിങ്കിലേക്ക് ഫുൾ ടൈറ്റ് ചെയ്യുന്നില്ല. ആ ആ ഒരു പൊസിഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ആ സ്ക്രൂ അവിടെ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ICയുടെ പിന്നുകൾ, ഓരോ ICക്കും 5 പിന്നുകൾ വീതമാണുള്ളത്. അത് നമ്മുടെ PCBയിലേക്ക് സോൾഡർ ചെയ്ത് ഉറപ്പിക്കാം.
ഈ സോൾഡർ ചെയ്യുന്ന സമയത്ത് പരസ്പരം കൂട്ടിമുട്ടുന്നില്ല എന്നും സോൾഡറിങ് നല്ല രീതിയിൽ തന്നെ പിടിക്കുന്നുണ്ട് എന്നും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇങ്ങനെ കൃത്യമായും വ്യക്തമായും തന്നെ ചെയ്തെടുക്കണം. ഇങ്ങനെ ഈ 5 ICകളും ചെയ്തതിന് ശേഷം ഈ 5 കാലം നമ്മൾ എല്ലാം കറക്റ്റാണ് എന്ന് ചെയ്തതിന് ശേഷം നമുക്ക് സംശയമുള്ളിടത്ത് എവിടെയെങ്കിലും ഡ്രൈ സോൾഡറിങ് സംശയിക്കുന്നുണ്ട് എങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ഈ ബോർഡിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം എവിടെയെങ്കിലും ഡ്രൈ സോൾഡറിങ് സംശയിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ഞാനിതിൽ 2-3 സ്ഥലത്ത് അങ്ങനെ ഒരു ഡ്രൈ സോൾഡറിങ് എനിക്ക് സംശയം തോന്നിയിടത്തൊക്കെ ഞാൻ ഒന്നുകൂടി സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ്. സോൾഡറിങ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ഈ ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഞാൻ തിന്നർ ഉപയോഗിച്ചാണ് ഞാനത് ക്ലീൻ ചെയ്യുന്നത്. ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ സോൾഡർ ചെയ്ത പിന്നുകളുടെ ഇടയ്ക്കൊക്കെ ഫ്ലെക്സിങ്ങിൻ്റെ അംശമൊക്കെ ഈർപ്പമായിട്ടിരിക്കുന്നുണ്ടാവും. അതിൽ പൊടിയൊക്കെ വന്നിരിക്കുമ്പോഴാണ് ഷോർട്ട് സർക്യൂട്ടുകൾ ഉണ്ടാകുന്നത്. ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് ഈ സ്ക്രൂകൾ ഓരോന്ന് അഴിച്ചെടുക്കാം. അഴിച്ചെടുത്ത് ഈ ഹീറ്റ് സിങ്ക് ഊരി മാറ്റിയതിന് ശേഷം നമ്മൾ പുതിയതായിട്ട് വച്ചിട്ടുള്ള ഈ 3 ICകളിലേക്കും നമുക്ക് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് തേച്ച് കൊടുക്കാം. ഇത് വെക്കുന്നത് നമ്മുടെ ഈ IC ചൂടാവുമ്പോൾ ആ ചൂട് ഈക്വലായിട്ട് നമ്മുടെ ഹീറ്റ് സിങ്കിലേക്ക് സ്പ്രെഡ് ആവുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് തേച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് സിങ്ക് കറക്റ്റായിട്ട് നമ്മുടെ PCBയിലേക്ക് വെച്ച് ഈ 3 ICകളും കൃത്യമായിട്ട് തന്നെ വരുന്ന രീതിയിൽ അത് മുറുക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഫുൾ ടൈറ്റ് ചെയ്യാം. 3 ICകളും ടൈറ്റ് ചെയ്ത് PCBയിലേക്ക് ഹീറ്റ് സിങ്ക് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോർഡ് നമ്മുടെ കവറിൽ നമ്മൾ ഊരിയെടുത്ത കവറിലേക്ക് തന്നെ തിരിച്ചു പിടിപ്പിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പവർ സപ്ലൈ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. പവർ സപ്ലൈയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ മൂലവും ICകൾ കംപ്ലൈൻ്റ് ആവാറുണ്ട്. ഞാൻ പവർ ഓൺ ചെയ്തു. നമ്മുടെ ട്രാൻസ്ഫോർമറിൻ്റെ ഔട്ട്പുട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഞാനൊരു മൾട്ടിമീറ്ററിൽ 200 വോൾട്ട് AC ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് 12 വോൾട്ട് സപ്ലൈ തരുന്ന ഒരു ട്രാൻസ്ഫോമറാണ്. അപ്പോൾ 12 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നാണ്, അതോ അതിൽ കൂടുതലാണോ എന്നറിയാനാണ് ടെസ്റ്റ് ചെയ്യുന്നത്. 12 എന്ന് പറയുന്ന ഈ ഔട്ട്പുട്ടാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. പക്ഷേ അതിൽ വോൾട്ടേജ് ഒന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ട്രാൻസ്ഫോർമറിൽ 012 എന്ന് പറയുന്ന ഒരു ഔട്ടും കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. പക്ഷേ അതിലും വോൾട്ടേജ് ഒന്നും കാണിക്കുന്നില്ല. അതായത് നമ്മുടെ ട്രാൻസ്ഫോർമർ നിലവിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അതിൻ്റെ കാരണം കോഡ് വയറിലൂടെ കറണ്ട് 230 വോൾട്ട് ട്രാൻസ്ഫോർമറിൽ എത്താത്തതാണോ അതിനുള്ള കാരണം എന്നാണ് ഇനി നോക്കുന്നത്. അതിനായിട്ട് ഈ കോഡ് വയർ മുതൽ സ്വിച്ച് വരെയുള്ള ഭാഗം ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. അതിനായിട്ട് ഞാൻ 750 വോൾട്ട് AC ആണ് സെലക്ട് ചെയ്യുന്നത്. കാരണം 200-ന് മുകളിലുള്ളതുകൊണ്ട് 200 ഇട്ടാൽ അതിൽ കാണിക്കില്ല. 750 വോൾട്ട് AC സെലക്ട് ചെയ്തുകൊണ്ട് സ്വിച്ച് വരെയുള്ള ഭാഗത്ത് കറണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. കറണ്ടല്ല, വോൾട്ടേജ് 205 വോൾട്ടാണ് ഇവിടെ കാണിക്കുന്നത്. 220, 230 കാണിക്കേണ്ടത്. പക്ഷെ അത് വയറിൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഇവിടെ പൊതുവെ വോൾട്ടേജ് കുറവായതുകൊണ്ടാണ് 205 വോൾട്ടിൽ കാണിക്കുന്നത്. നമ്മുടെ ട്രാൻസ്ഫോർമർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞാൻ പുതിയൊരു ട്രാൻസ്ഫോർമർ വാങ്ങിയിട്ടുണ്ട്. ഇത് 12 വോൾട്ട് 1.5 ആംപിയർ ആയിരുന്നു ഇതിലിരുന്നത്. ഞാനിപ്പോൾ 2 ആംപിയറിൻ്റെ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പഴയ ട്രാൻസ്ഫോമറിൽ 12 എന്നീ ഔട്ടുകളും കൂടാതെ 012 എന്ന് മറ്റൊരു ഔട്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പുതിയ വാങ്ങിച്ചിരിക്കുന്നതിൽ 012 എന്ന് പറയുന്ന ഔട്ട് മാത്രമേ ഉള്ളൂ. 012-ന് വേറെ ഔട്ടൊന്നുമില്ല. ഈ ട്രാൻസ്ഫോർമർ എങ്ങനെയാണ് പഴയതിൻ്റെ സ്ഥാനത്ത് വെച്ച് പിടിപ്പിക്കുന്നതെന്നും അതിൻ്റെ വയറിങ് എങ്ങനെ ആയിരിക്കണമെന്നുമാണ് ഇനി ഞാൻ കാണിക്കുന്നത്. പുതിയ ട്രാൻസ്ഫോർമറിൻ്റെ വയറുകൾക്ക് നീളം കുറവായതുകൊണ്ടും അതുപോലെ നമ്മുടെ ബോർഡിലേക്ക് ക്ലിപ്പ് ചെയ്യാനായിട്ടുള്ള ക്ലിപ്പ് ഇല്ലാത്തത് കൊണ്ടും ഞാൻ ഈ പഴയതിൽ നിന്നും ഈ വയർ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇത് നമ്മുടെ പുതിയ ട്രാൻസ്ഫോർമറിലേക്ക് ജോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ ഔട്ട് വയറുകളും അതുപോലെ AC കൊടുക്കുന്ന വയറുകളും ഞാൻ ജോയിൻറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഷീൽഡ് ഉപയോഗിച്ചാണ് ഇത് ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 220 AC കൊടുക്കുന്നിടത്ത് ഷീൽഡിൻ്റെ പുറമെ ടേപ്പ് കൂടി ഒട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ വയറുകൾ നീളം കൂട്ടിയെടുത്ത് ഇത് ടൈ അടിച്ചതിന് ശേഷം ഞാനിത് കവറിൻ്റെ ഉള്ളിലേക്ക് മുറുക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ
ബാക്കിയുള്ള വയറിങ്ങിനെ കുറിച്ച് കാണിക്കുന്നത്. പുതിയ ട്രാൻസ്ഫോർമർ നമ്മുടെ കവറിൻ്റെ ഉള്ളിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. നട്ട് ബോൾട്ട് ഇട്ട് മുറിച്ചതിന് ശേഷം ഒരല്പം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് സബ് വൂഫർ ഇരിക്കുന്നതുകൊണ്ട് ഇതിൽ വൈബ്രേഷൻ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നട്ട് ബോൾട്ടുകൾ ഊരി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പശ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള വയറിങ്ങൾ നോക്കാം. ആദ്യം തന്നെ നമുക്ക് 230 വോൾട്ട് സപ്ലൈ എടുക്കാനുള്ള വയർ നമ്മുടെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാം. അതിനായിട്ട് ഇതിൻ്റെ നീളം ഒരല്പം കുറച്ച് ഒരു വയർ സ്വിച്ചിലേക്കും ഒരു വയർ നമ്മൾ നേരിട്ട് നമ്മുടെ കോഡ് വയറിലേക്കും കണക്ട് ചെയ്യുകയാണ്. അതിനായിട്ട് ഒരു സ്ലീവ് ഉപയോഗിച്ച് സ്ലീവ് ഇട്ടതിന് ശേഷം വയറുകൾ തമ്മിൽ കൂട്ടി കണക്ട് ചെയ്യുകയും സ്വിച്ചിലേക്ക് നമ്മൾ സ്വിച്ചിൽ ഓൾറെഡി ഒരു സ്ലീവ് കിടപ്പുണ്ട്. ആ സ്ലീവിൽ കൂടി എടുത്ത് സ്വിച്ചിൻ്റെ പിന്നിലേക്ക് നമ്മൾ സോൾഡർ ചെയ്ത് വെക്കുക, സോൾഡർ ചെയ്ത് ഉറപ്പിക്കുകയാണ്. സോൾഡർ ചെയ്ത് ഉറപ്പിച്ച് ഈ രണ്ട് സ്ലീവുകളും കറക്റ്റായിട്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് ഇൻസുലേഷൻ പ്രത്യേകിച്ച് വേറെ ഇൻസുലേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. രണ്ട് സ്ലീവുകളും കറക്റ്റായിട്ട് വെച്ച് ഒരു ടൈ അടിച്ച് ഒന്ന് മുറുക്കി കൊടുത്താൽ മാത്രം മതിയാകും. ഇനി നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം ഞാൻ 12.0 ആണ് ചെക്ക് ചെയ്യുന്നത്. അതിനായിട്ട് മൾട്ടിമീറ്ററിൽ 200 വോൾട്ടാണ് AC സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 11 വോൾട്ടാണ് കിട്ടുന്നത്. അത് വോൾട്ടേജ് കുറവായതുകൊണ്ടാണ്. 12 വോൾട്ടാണ് കിട്ടേണ്ടത്. 11 വോൾട്ട്, 1 വോൾട്ട് കുറവാണ് കിട്ടുന്നത്. ട്രാൻസ്ഫോർമറിൻ്റെ കുഴപ്പം കൊണ്ടല്ല, അത് നിലവിലിവിടെ 230 കിട്ടേണ്ടടുത്ത് 205 കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ 11 വോൾട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് വയറുകൾ ഓരോന്നായിട്ട് കണക്ട് ചെയ്യാം. ആദ്യം തന്നെ 12.0 പവർ സപ്ലൈ വയറാണ് കണക്ട് ചെയ്യുന്നത്. നമ്മുടെ ബോർഡിൽ എല്ലാം ക്ലിപ്പാണ്, സോൾഡറിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൽ മുൻപുണ്ടായിരുന്നത് ഒരു 012ൻ്റെ ഒരു കണക്ഷനും കൂടി കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അതിനുള്ള ക്ലിപ്പ് ഇടാനുള്ള സോക്കറ്റാണ് ഈ കാണുന്നത്. അതിൻ്റെ ഉപയോഗം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആയിരുന്നു ആ 012 കൊടുക്കേണ്ടത്. ആ 12 വോൾട്ട് ഇവിടെ ഒരു റെഗുലേറ്റർ ICയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ റെഗുലേറ്റർ IC 7805 ആണ്, 5 വോൾട്ട് റെഗുലേറ്റർ ചെയ്യാൻ. ഇവിടെ ഒരു ഡയോഡും അതുപോലെ കപ്പാസിറ്റർ ഇട്ട് ഫിൽറ്റർ ചെയ്താണ് നമ്മൾ ഈ റെഗുലേറ്റർ ICയിലേക്ക് 12 വോൾട്ട് കൊടുത്തിരുന്നത്. അതിൻ്റെ ഔട്ട് കിട്ടുന്നത് ഈ കാണുന്ന ഈ സോക്കറ്റിലാണ് ഔട്ട് കിട്ടുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട് പാനലിലെ USB പാനലുണ്ട് ഫ്രണ്ടിൽ, അതിലേക്ക് പവർ സപ്ലൈ കൊടുക്കുന്നതിനാണ്. 5 വോൾട്ട് പവർ സപ്ലൈ കൊടുക്കുന്നതിനേക്കാണ് ഈ കാണുന്ന സോക്കറ്റ്. ഈ ക്ലിപ്പാണ് അതിൽ ക്ലിപ്പ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ റെഗുലേറ്റർ ICയിലേക്ക് 12 വോൾട്ട് പവർ സപ്ലൈ കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്കിപ്പോൾ ഇവിടെ നിലവിൽ നമ്മുടെ ട്രാൻസ്ഫോർമറിൽ വേറെ ഔട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പവർ സപ്ലൈ മെയിൻ പവർ സപ്ലൈ വരുന്നത് 12.012 ആണ്. ആ 12.012 എന്ന് പറയുന്നത് ഇവിടെ ഫിൽറ്റർ ചെയ്ത് ഇവിടെ ഇതിൻ്റെ ഗ്രൗണ്ട്, അതിന് താഴെ -12, ഇവിടെ +12, അങ്ങനെയാണ് ഇതിൽ ഫിൽറ്റർ ചെയ്യുന്നത്. ഡുവൽ പവർ സപ്ലൈ ആണ് ഈ ബോർഡ്. അപ്പോൾ നമ്മൾ ഈ +12ൽ നിന്നും ഒരു വയറെടുത്ത് ഈ നേരെ നമ്മുടെ റെഗുലേറ്റർ ICയുടെ ഈ കണക്ഷനിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ട്രാൻസ്ഫോർമറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ക്ലിപ്പാണിത്. ആ വയർ നമ്മൾ ആ പഴയ സ്ഥലത്ത് തന്നെ കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്തതിന് ശേഷം ഇത് തിരിച്ചു വെച്ചുകൊണ്ട് നമുക്കിതിലേക്ക് +12ന് ഞാൻ ആദ്യം കാണിച്ചിരുന്ന ആ +12 എടുക്കുന്നത് ഈ കപ്പാസിറ്ററിൻ്റെ ഈ കാലിൽ നിന്നാണ്. +12ൻ്റെ വയർ ഇവിടെ നമുക്ക് സോൾഡർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഗ്രൗണ്ടാണ് കൊടുക്കേണ്ടത്. അതിലേക്കുള്ള ഗ്രൗണ്ട് അത് ഈ വയറാണ്. അത് നമ്മൾ ഈ കാണുന്ന ഗ്രൗണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് സോൾഡർ ചെയ്യാം. ഈ രണ്ട് വയറുകൾ സോൾഡർ ചെയ്തതോടുകൂടി നമ്മുടെ റെഗുലേറ്റർ ICയിലേക്ക് 12 വോൾട്ട് സപ്ലൈ കിട്ടുകയും അത് റെഗുലേറ്റർ ചെയ്ത് 5 വോൾട്ട് സപ്ലൈ ആക്കി നമ്മുടെ ഫ്രണ്ട് പാനലിലേക്ക് എടുക്കാൻ കഴിയുന്നതുമാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള വയറുകൾ കൂടി കണക്ട് ചെയ്യാം. അതിൽ ഇത് നമ്മുടെ ഫ്രണ്ട് പാനലിൽ നിന്ന് വരുന്ന ഓഡിയോ ഔട്ടാണ്, ലെഫ്റ്റ് റൈറ്റ് ചാനലുകളുടെ ഔട്ടാണ്. ഈ ഔട്ട് നമ്മൾ ഇവിടെയാണ് ക്ലിപ്പ് ചെയ്യുന്നത്. ഇത് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ഈ ആമ്പിലേക്കുള്ള ഇൻപുട്ട് കിട്ടുകയാണ്. ഇതിൻ്റെ വോളിയം കൺട്രോൾ ചെയ്ത് ഫ്രണ്ട് പാനലിൽ നിന്ന് തന്നെ വോളിയം കൺട്രോൾ ചെയ്താണ് മാസ്റ്റർ കൺട്രോളിൽ നിന്നുള്ള വരുന്ന സപ്ലൈ ആണ് ഈ കണ്ടത്. ഇനി നമുക്ക് സബ് വൂഫറിൻ്റെ വോളിയം കൺട്രോളിലേക്കുള്ള വയറാണ് കണക്ട് ചെയ്യാനുള്ളത്. ഇതാണ് ആ വയർ. ഇത് ഇവിടെയാണ് പിൻ കണക്ട് ചെയ്യേണ്ടത്. അടുത്തത് നമുക്ക് സബ് വൂഫറിലേക്കുള്ള ഔട്ട്, സബിൻ്റെ ഔട്ട്, ആ ക്ലിപ്പാണ് ഈ ചെയ്തിരിക്കുന്നത്.
ഇനി നമ്മുടെ ഇൻപുട്ടാണ്, ഓക്സിലറി ഇൻപുട്ട്. നമ്മുടെ ഫ്രണ്ട് പാനലിലേക്കുള്ള ഇൻപുട്ട് കൊടുക്കുന്നത് ഇവിടെയാണ്. ഇവിടെ കൊടുക്കുന്നതോടെ നമ്മുടെ ഈ പുറകിൽ കുത്തുന്ന ഈ 2 RC സോക്കറ്റിൽ നിന്നുള്ള ഇൻപുട്ട് നമ്മുടെ ഫ്രണ്ട് പാനലിൽ വരികയും അത് അവിടുന്ന് സെലക്ട് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അടുത്തത് ഇത് FM റേഡിയോയുടെ ആൻറ്റിനയാണ്. അത് നമ്മളിവിടെ സോൾഡർ ചെയ്ത് വെക്കുകയാണ്. അതൊരു ഇവിടെ ഒരു RC സോക്കറ്റിലേക്ക് തന്നെയാണ് അതും കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബോർഡിലേക്ക് എല്ലാ വയറുകളും കൊടുത്തു കഴിഞ്ഞു. നമുക്കിനി നമ്മുടെ ഹോം തിയേറ്റർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓൺ ആവുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ബാക്കി എല്ലാ പരിപാടിയും ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ സിസ്റ്റം ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വയറുകളെല്ലാം ടൈ ഉപയോഗിച്ച് കെട്ടി നിർത്താം. ഒരു സൗണ്ട് സിസ്റ്റം ആകുമ്പോൾ എപ്പോഴും അതിൻ്റെ വയറിങ് ക്ലിയർ ആണെങ്കിൽ അതിൻ്റെ നോയ്സുകളെല്ലാം കുറഞ്ഞ് നല്ല ക്ലിയർ സൗണ്ട് ലഭിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ ക്ലിപ്പുകളിലെല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. ഇനി നമുക്കിതിൻ്റെ എല്ലാ സ്ക്രൂവും ടൈറ്റ് ചെയ്യാം. സബ് വൂഫർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് ഇതെപ്പോഴും എയർ ടൈറ്റ് ആയിരിക്കണം. അതുകൊണ്ട് എല്ലാ സ്ക്രൂവും നന്നായിട്ട് തന്നെ മുറുക്കിയെടുക്കുക. നമ്മുടെ സ്ക്രൂകളെല്ലാം മുറുക്കിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ പവർ കേബിളെല്ലാം കുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ പവർ സ്വിച്ച് ഓൺ ചെയ്തു. നമ്മുടെ സിസ്റ്റം ഓണായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നോക്കാം. മോഡ് ഇപ്പോൾ റേഡിയോ മോഡാണ് കിടക്കുന്നത്, 93.5 ആണ് കിടക്കുന്നത്. നമുക്കിത് മോഡ് ചേഞ്ച് ചെയ്യണം. ബ്ലൂടൂത്തിലേക്കാണ് ഞാൻ ഇടുന്നത്. ഞാനിത് ബ്ലൂടൂത്തിലിടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഓഡിയോ സിസ്റ്റത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലൂടൂത്ത് ഡിവൈസ് ഓണാക്കി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സെർച്ച് ചെയ്ത് അത് പെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഫോൺ ഇപ്പോൾ പെയറായി കണക്റ്റഡ് ആയിരിക്കുകയാണ്. നമുക്കിതിൻ്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സ്പീക്കറിലേക്കുള്ള കണക്ഷൻ ഇതിൻ്റെ ബാക്കിൽ ഈ RC സോക്കറ്റുകളിലാണ് കൊടുക്കേണ്ടത്. അതിനു മുമ്പ് ഞാനൊരു മ്യൂസിക് ഇവിടെ പ്ലേ ചെയ്യുകയാണ്. മ്യൂസിക് പ്ലേ ചെയ്ത് വെച്ചുകൊണ്ട് ഈ പിന്നുകൾ കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഫ്രണ്ട് ആണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. ഫ്രണ്ട് ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്, ഇതിലാകെ 2 ചാനൽ ഔട്ട്പുട്ടേ ഉള്ളൂ. അതിൽ നിന്ന് ഒരു ലൂപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള സെൻറ്ററിനും അതുപോലുള്ള മറ്റ് ചാനലുകളിലേക്കും കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പം എല്ലാ ചാനലിലും ഇപ്പം നിലവിൽ ഔട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ആകെ 2 IC മാത്രമേ ഉള്ളൂ സൗണ്ടിന് വേണ്ടിയിട്ടുള്ളത്. ഒരു IC എന്ന് പറയുന്നത് സബ് വൂഫറിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എല്ലാ ചാനലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് 2 ചാനലിൻ്റെ IC മാത്രമേ ഉള്ളൂ. ഒരു ഹോം തിയേറ്റർ റിപ്പയർ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുകയും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അടുത്ത വ്യത്യസ്തമായ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.